രമേഷ് പിഷാരടി റോക്ഡ്, അഖിൽ മാരാർ ഷോക്ഡ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. ബിഗ് ബോസിലാകുമ്പോൾ ഞാൻ അഖിൽ മാരാർക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യില്ല, ഇലക്ഷന് വോട്ട് ചെയ്യില്ല. ഇവിടെ ജനങ്ങൾ ഏതോ ഒരു ഫ്ലാറ്റിന്റെ കോണിൽ നിന്ന് ഈ നിമിഷവും ഒരു 4-5 പേർ ഇരുന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. 4 പേര് സംസാരിക്കുന്നുണ്ട്. ആ അഖിൽ കൊള്ളാമല്ലോ, ആ പയ്യന് നമുക്കൊരു വോട്ട് കൊടുക്കാം. കൊള്ളാം, എവനാള് കൊള്ളാം. രമേഷ് പിഷാരടി വിമർശിച്ചു. രമേഷ് പിഷാരടി പറഞ്ഞു അഖിൽ മാരാർ ഇപ്പോൾ ഒരു കാര്യം പറയാം, നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട, ഒരു 6-7 ദിവസം നോക്കണം. 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. അസാധ്യ തഗ്ഗായി പോയില്ലേ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. അല്ല, ആ കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് കോൺഗ്രസ്സുകാരല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേഷ് പിഷാരടിയോടെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2020 വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽ മാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്. പിഷാരടി പറഞ്ഞതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് അഖിൽ മാരാർ എപ്പോഴും അഭിപ്രായം മാറ്റും, ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മനസ്സിലായോ?